മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസന് വിട നൽകി കൊച്ചിയും സിനിമാ ലോകവും. എറണാകുളം ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരങ്ങളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി എത്തിയത്. മമ്മൂക്കയും ലാലേട്ടനും ദിലീപും സത്യനന്ദിക്കാടും അടക്കമുള്ള താരങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതുവരെ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിനരികിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ഉദയംപേരൂരിലെ കണ്ടനാടുള്ള അദ്ദേഹത്തിന്റെ സ്വവസതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എറണാകുളം ടൗൺ ഹാളിൽ എത്തിയിരുന്നു. ഒരുപാട് താരങ്ങളാണ് അദ്ദേഹത്തെ കാണാനായി എത്തിയത്. ഉണ്ണിമുകുന്ദൻ അടക്കമുള്ള താരങ്ങൾ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ഉദയംപേരൂരിലെ കണ്ടനാടുള്ള വീട്ടുവളപ്പിലാണ് നടക്കുക. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് നമ്മുടെ സ്വന്തം കലാകാരൻ, നമ്മളെ ഏറെ ചിരിപ്പിച്ച ശ്രീനിവാസന് നമ്മുടെ സിനിമാ ലോകവും സർക്കാരും വിട നൽകുക. നാളെ രാവിലെ 10-ന് വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കും. എറണാകുളം ടൗൺ ഹാളിലെ പൊതുദർശനം പൂർത്തിയാക്കി ഉദയംപേരൂരിലെ വീട്ടിലേക്ക് നടന്റെ മൃതദേഹം അല്പം മുൻപാണ് കൊണ്ടുപോയത്. സിനിമാ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരും പ്രദേശവാസികളും എറണാകുളം ടൗൺ ഹാളിൽ ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മളെ ഏവരെയും വേദനിപ്പിക്കുന്നതായിരുന്നു. അവസാനമായി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനായി ഒട്ടേറെ പേരാണ് കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിയത്. കണ്ണൂർ സ്വദേശിയായ ശ്രീനിവാസൻ കൊച്ചി ഉദയംപേരൂരിലായിരുന്നു താമസിച്ചത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഇന്ന് രാവിലെയാണ് അദ്ദേഹം മരണപ്പെട്ടത്. 69 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മരണസമയത്ത് സ്ഥലത്തില്ലാതിരുന്ന മക്കളായ വിനീതും ധ്യാനും യാത്രകൾ റദ്ദാക്കി ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു. ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും ഒരു റോൾ മോഡൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവായ ശ്രീനിവാസൻ. അത്രയേറെ ആത്മബന്ധമാണ് മൂവരും തമ്മിൽ ഉണ്ടായിരുന്നത്. എങ്ങനെ ആ കുടുംബം ഇത് സഹിക്കുമെന്ന് നമുക്കറിയില്ല. കാരണം അത്രത്തോളം വേദനയാണ് സിനിമാ ലോകത്തിന് അദ്ദേഹത്തിന്റെ വിയോഗം നൽകിയിരിക്കുന്നത്. 200-ലേറെ സിനിമകളാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. ഒരുപാട് സിനിമകൾക്ക് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു. മലയാള സിനിമയിലെ എന്നല്ല, ലോക സിനിമയിലെ തന്നെ ഒരു ലെജൻഡാണ് അദ്ദേഹം എന്ന് നമുക്ക് പറയാൻ കഴിയും. രജനീകാന്ത് അടക്കമുള്ളവർ അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹത്തെ പോലെയുള്ള പ്രതിഭകൾ ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. കാരണം അത്രത്തോളം കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരു തീരാ നഷ്ടം തന്നെയാണ് മലയാള സിനിമയ്ക്ക് എക്കാലത്തും അദ്ദേഹത്തിന്റെ വിയോഗം. അദ്ദേഹത്തിന് ആത്മശാന്തി നേരുന്നു.